തൃശൂർ വടക്കേക്കാട് കപ്പ്യങ്ങാട് ദേവീക്ഷേത്രം പിടിച്ചെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമം പുലർച്ചെ 5 മണിയോടെ ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായി 250-ലധികം പോലീസുകാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഭക്തർ സംഘടിച്ചെത്തി ക്ഷേത്രനടയിൽ നാമജപം നടത്തി പ്രതിരോധം തീർത്തു. ഇതേ തുടർന്നാണ് നടപടികൾ നിർത്തിവെച്ചത്. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. തൃശ്ശൂർ വടക്കേക്കാട് കപ്പ്യങ്ങാട് ദേവീക്ഷേത്രത്തിലാണ് ഇപ്രകാരം നാമജപ പ്രതിരോധം തീർത്ത് ഭക്തർ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. മനോജ്, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് 250-ലധികം വരുന്ന പോലീസ് സന്നാഹവുമായി അതുപോലെ ജലപീരങ്കിയും ഫയർഫോഴ്സൊക്കെ ഒക്കെയായി ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഒരു സംഘം എത്തുന്നത്. പിന്നീടാണ് ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി പ്രതിരോധം തീർക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ കേസ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്നു. അതിൽ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷേത്രം കയ്യേറാനായി മലബാർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു ബലപരീക്ഷണത്തിനായി രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ ഈ ഭക്തജനങ്ങളുടെ പ്രതിരോധത്തിൽ അവർക്ക് പിന്തിരിയേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇനിയും ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസാദ് ചേരുകയാണ്. എന്താണ് രാവിലെ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. 250 പോലീസ് ഒരു യുദ്ധക്കളം പോലെയാണ് അവർ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആളുകളും കൂടിയിട്ട് വന്നത്. ഒരു മുൻവിധിയില്ലാതെ ഞങ്ങളുടെ അടുത്തൊന്ന് ധരിപ്പിക്കുക പോലും ഇല്ലാതെയാണ് ഇന്ന് ഇത്രയധികം പോലീസും മലബാർ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും തഹസിൽദാർ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളോട് വന്നത്. അവർ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് സുപ്രീം കോടതിയിൽ നമ്മുടെ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കീഴ്ക്കോടതിയിൽ 2 കോടതിയിലും ചാവക്കാട് സബ് കോർട്ടിലും ഡിസ്ട്രിക്ട് കോർട്ടിലും നമ്മുടെ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു തീരുമാനം ആവണ വരെ വെയിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പല തവണ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അവർ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ വന്നത്. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ ഒരു കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പോയിരുന്നൊരു കമ്മിറ്റിയായിരുന്നു. ഇതൊരു ട്രസ്റ്റിയുടെ കീഴിലുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇതിലെ ചില രാഷ്ട്രീയ, അതായത് CPMൻ്റെ അനുഭവമുള്ള 2 ആളുകൾ ക്യാഷ് റോളിങ്ങിൻ്റെ പേരിൽ ജനങ്ങൾ അവരെ പുറത്താക്കുകയുണ്ടായി. അതിന് പ്രതികാരമായിട്ട് അവർ ഈ നാട്ടിലുള്ള ഒരു 4-5 പേര് ചേർന്നിട്ടാണ് മലബാർ ദേവസ്വം ബോർഡിന് അവരത് പരാതി കൊടുത്തത്. ഞങ്ങളത് വിവരാവകാശത്തിലൂടെ അത് ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കത് മനസ്സിലായി. ഇതൊക്കെ മലബാർ ദേവസ്വത്തിനെ ഞങ്ങൾ ധരിപ്പിച്ച കാര്യങ്ങളാണ്. കാരണം ഇത് അവർ ക്യാഷ് റോൾ ചെയ്തെന്നും നിങ്ങളുടെ നാട്ടിലെ ജനവികാരം മനസ്സിലാക്കണമെന്നും ഇത്രയും ജനങ്ങളിലെ ഒരാൾക്ക് പോലും ഈ ക്ഷേത്രം വിട്ടുകൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. ഇതാണ്. ഇനിയും എത്തരത്തിലായിരിക്കും നിങ്ങളുടെ നടപടികൾ? അതായത് ഇനി അവർ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണോ? ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ഈ ഒരു ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ട്രസ്റ്റിയുടെയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെടുത്തി, കക്ഷി രാഷ്ട്രീയ ജാതിഭേദമില്ലാതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളൊരു ഇത് ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റിയത്. ഇതിൻ്റെ വളർച്ച കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണസ്വാധീനം വെച്ചിട്ടായിരിക്കാം ഇത്രയും സന്നാഹത്തിൽ. ഞങ്ങളുടെ കൊച്ചു ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ TV-യിലൂടെ മാത്രമാണ് ഇത്രയും വലിയൊരു സന്നാഹങ്ങൾ കണ്ടിട്ടുള്ളത്. അത് വളരെയധികം ഭയപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്തെന്നെ വന്നാലും ഞങ്ങളുടെ ക്ഷേത്രം അത് ഞങ്ങളുടെ പോറ്റമ്മയാണ്. അത് സംരക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ ആളുകളുടെയും. ശരി മനോജ്, വ്യക്തമാണ്. എന്തായാലും പ്രതികരണം ദയവായി പൂർത്തിയാക്കുക.